അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ അമൃത എക്സ്പ്രസ് രാമേശ്വരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അമൃത എക്സ്പ്രസ്സിൽ യാത്ര ചെയ്ത് കേരളത്തിൽ നിന്നും രാമേശ്വരത്തേക്ക് പോവുകയാണ്. നേരത്തെ നമുക്ക് കേരളത്തിൽ നിന്നും രാമേശ്വരത്തേക്ക് പോകാൻ ഒരു ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടായിരുന്നതല്ല, സ്പെഷ്യൽ സർവീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നും രാമേശ്വരത്തേക്കൊരു ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. അത് നമ്മുടെ അമൃത എക്സ്പ്രസ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ കേരളത്തിൽ നിന്നും രാമേശ്വരത്തേക്ക് എങ്ങനെ പോകാമെന്നുള്ളതും രാമേശ്വരം വരെയുള്ള അമൃത എക്സ്പ്രസിൻ്റെ വീഡിയോകളും അവസാനം പാമ്പൻ പാലത്തിലൂടെ ഉള്ള കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വരുന്ന ട്രെയിൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് ലോങ്സ്റ്റ് റണ്ണിങ് ട്രെയിനായ കന്യാകുമാരി തിരുപ്പൂർഗഡ് വിവേക് എക്സ്പ്രസ് ആണ് എത്തുന്നത്. റോയപുരം ഷെഡിൻ്റെ ഒരു WP7 ആണ് എൻ്റെ ലോഗോ. ഇതേ നമ്മുടെ അമൃത എക്സ്പ്രസ് ആണ് വരുന്നത്. ഈറോഡ് ഷെഡിൻ്റെ ഒരു WP4 ആണ് അതിൻ്റെ ലോഗോ. അപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് ഞാൻ പാലക്കാട് വരെ അമൃത എക്സ്പ്രസിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വീഡിയോകൾ പാലക്കാട് നിന്നും കാണിക്കാം. പാലക്കാട് നിന്ന് ഞാൻ സ്ലീപ്പറിനാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി രാവിലെ കാണാം നമുക്ക്. സമയം ഇപ്പോൾ 3:30 ആയ രാവിലെ. നമ്മൾ പാലക്കാട് ജംഗ്ഷനെത്തിയേ. പിന്നെ ഇവിടുന്ന് ലോക്കോ റിവേഴ്സലൊക്കെ ഉണ്ട്. ലോക്കോ റിവേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇവിടെ നടക്കത്തുള്ളൂ. എൻ്റെ കോച്ചിലോട്ട് പോകാവേ ഞാൻ പാലക്കാട് നിന്ന് രാമേശ്വരത്തേക്കാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ S6-ൽ 28 ലോവർ ബെർത്താണ് എൻ്റെ സീറ്റ് നമ്പർ. എക്സ്പ്രസ് ഇപ്പോൾ നമ്മുടെ ഡിവിഷൻ്റെ വണ്ടിയല്ല കേട്ടോ. മധുര വരെ ആയിരുന്നപ്പോൾ തിരുവനന്തപുരം ഡിവിഷൻ്റെ ആയിരുന്നു. ഇപ്പം നമ്മുടെ ഡിവിഷനല്ല. ഇപ്പം അമൃത എക്സ്പ്രസ്സിന് രാമേശ്വരത്ത് നിന്ന് ചെന്നൈക്ക് വന്ന ബോർഡ് മെയിലായിട്ടും റേക്ക് ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്ന അങ്ങ് ചെന്നൈയിലാണ്. നമ്മുടെ അമൃത എക്സ്പ്രസ്സിൻ്റെ കോച്ച് കമ്പോസിഷൻ പറയുകയാണെങ്കിൽ 4 ജനറൽ കമ്പാർട്ട്മെൻറ്റും 14 സ്ലീപ്പർ കോച്ചും 3 AC 3 ടയറും 1 ഫസ്റ്റ് AC-യും 2 സെക്കൻഡ് AC-യാണ്. അതിൽ ഒരു സെക്കൻഡ് AC ഫസ്റ്റ് AC കം സെക്കൻഡ് AC കോച്ചാണേ. സമയം ഇപ്പോൾ 4:20 അമൃത എക്സ്പ്രസ് പാലക്കാട് നിന്നെടുത്ത് നമ്മൾ 5 മിനിറ്റ് ബിഫോർ ടൈം അടിച്ച് പാലക്കാട് കയറിയതാണ്. ഇപ്പോൾ 20 മിനിറ്റ് ഡിലേ ആയിട്ടാണ് പാലക്കാട് നിന്ന് എടുത്തുകൊണ്ട് വന്നത്. നമുക്കൊരു ക്രോസിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന നമ്മുടെ മെയിലുണ്ടല്ലോ, അപ്പം അത് ക്രോസിംഗ് ഉണ്ടായിരുന്നു. അതിനെ നമ്മളിവിടെ കുറേ നേരം പിടിച്ചിട്ടത്. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് പാലക്കാട് ടൗൺ ആണേ. പാലക്കാട് ടൗൺ എത്തിയേ. ഇവിടെ ഇറങ്ങാൻ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പൊള്ളാച്ചി ജംഗ്ഷൻ എത്തിയേ. നമ്മൾ പാലക്കാട് നിന്ന് 20 മിനിറ്റ് ഡിലേ ആയിട്ടാണ് പാലക്കാട് നിന്ന് എടുത്തത്. ഇപ്പം 20 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചാണ് നമ്മൾ പൊള്ളാച്ചി ജംഗ്ഷനിലേക്ക് കയറിയത്. പൊള്ളാച്ചി ഒരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് കോയമ്പത്തൂരായിട്ടുള്ളൊരു ലൈൻ തിരിയുന്നത്. പോത്തന്നൂർ വഴി കോയമ്പത്തൂരേക്ക് പോകുന്ന ലൈൻ ഇവിടെ നിന്നാണ് തിരിയുന്നത്. വണ്ടിയെ 1 6 3 4 3 അമൃത എക്സ്പ്രസ് തടം എൺ 3-ൽ ഉള്ളത്. ഗാഡി നമ്പർ ഓൺ ടൈമിൽ തന്നെ പൊള്ളാച്ചിയിൽ നിന്ന് എടുത്ത്. സമയം ഇപ്പോൾ 5:40. നമുക്കിവിടെ 20 മിനിറ്റ് ഹാൾട്ട് ഉണ്ടായിരുന്നു.
ഈ ഭാഗത്തൊക്കെ രാവിലെ നല്ല കോടയാണ് കേട്ടോ. ഒന്നും കാണാൻ കഴിയുന്നില്ല നല്ല രീതിയിൽ. ക്യാമറയിലായതുകൊണ്ട് കുറച്ചെങ്കിലും നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത്. കാറ്റാടി യന്ത്രങ്ങളൊക്കെ ഉണ്ടോ? ഈ ഭാഗത്ത് കുറേ കാറ്റാടി യന്ത്രങ്ങളൊക്കെ ഉള്ളതാണ്. അങ്ങ് ദൂരെ ആയിക്കൊണ്ട് കോട ആയതുകൊണ്ട് വ്യക്തമായിട്ടൊന്നും കാണാനൊന്നും കഴിയുന്നില്ല. നമ്മളിപ്പോൾ ഉദുമലൈപ്പേട്ട സ്റ്റേഷനെത്തിയ ഇവിടുന്ന് മൂന്നാർ പോകാൻ എളുപ്പമാണ് കേട്ടോ, ബൈ റോഡ് വഴി. അതുപോലെ അമൃത എക്സ്പ്രസ് രാമേശ്വരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ അത് ഭയങ്കര ഉപകാരമായി. ഇവർക്ക് നേരത്തെ ഈ ഒരു റൂട്ടിൽ കൂടെ രാമേശ്വരത്തേക്കൊരു വണ്ടിയില്ലായിരുന്നു. ഇപ്പോൾ ഇവർക്കൊരു ഡെയിലി ഒരു വണ്ടിയും കൂടെ കിട്ടുകയും ചെയ്തു. നമ്മളിപ്പോൾ പഴനി സ്റ്റേഷൻ എത്തിയേ. ഇതോ അങ്ങ് കാണുന്നതാണ് പഴനിമല. കോട ആയതുകൊണ്ട് ഒന്നും വ്യക്തമായിട്ട് കാണാനൊന്നും പറ്റുന്നില്ല. നമ്മളിപ്പോൾ 3 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചാണ് ഞാൻ പഴനിയിലേക്ക് കയറുന്നത്. ഇവിടെ ഇറങ്ങാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. വണ്ടി ഇവിടെ വെച്ച് തന്നെ ഒരുവിധം കാലിയാവും. ഈ അമൃത എക്സ്പ്രസ്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇറങ്ങുന്ന സ്ഥലങ്ങൾ പാലക്കാട് ടൗണ്, കൊല്ലങ്കോട്, പൊള്ളാച്ചി, പിന്നെ പഴനി. ഈ പഴനിയൊക്കെ ആകുമ്പോഴത്തേനും വണ്ടി ഒരുവിധം കാലിയാവും. നമുക്കിപ്പോൾ ഒരു ക്രോസിംഗ് ഉണ്ട്. MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് പാലക്കാടേക്ക് പോകുന്നൊരു എക്സ്പ്രസ് ഉണ്ട്. അതിപ്പോൾ വരുവേ. അതിനെ നമ്മളിവിടെ പിടിച്ചിട്ടേക്കുന്നത്. ഇത് സിംഗിൾ ലൈനാണ് കേട്ടോ. ദിണ്ടുക്കൽ വരെ ഈ ലൈൻ സിംഗിൾ ലൈനാണ്. ഇതേ ചെന്നൈ സെൻട്രലിൽ നിന്ന് പാലക്കാടിലേക്ക് പോകുന്ന എക്സ്പ്രസ്സാണ് വരുന്നത്. ഇന്നലെ രാത്രി 9:40 സെൻട്രലിൽ നിന്ന് വിട്ടതാണ് കേട്ടോ. ഇപ്പോൾ ഒരു 20-25 മിനിറ്റ് ഡിലേ ആയിട്ടാണ് പഴനിയിലോട്ട് എത്തിയത്. ഞാൻ പഴനിയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് ഇഡലി വാങ്ങി കേട്ടോ. 60 രൂപയേ ആയുള്ളൂ. ഈ വണ്ടി വന്നാൽ രാവിലത്തെ ഫുഡ് നമുക്കിവിടെ പഴനിയിൽ നിന്ന് കിട്ടും. പിന്നെ ഉള്ളത് മധുരയിൽ നിന്നും ദിണ്ടുക്കലിൽ നിന്നും രാവിലത്തെ ഫുഡ് കിട്ടുമേ. 60 രൂപയാണ് ആയത്. ഒരു പാക്കറ്റിൽ 4 ഇഡലിയും സാമ്പാറും ചട്നിയും കിട്ടും കേട്ടോ. ഇനി അമൃത എക്സ്പ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമൃത എക്സ്പ്രസ്സിൻ്റെ ആദ്യത്തെ സർവീസ് തുടങ്ങുന്നത് 2001 അന്ന് ഈ വണ്ടി തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും പാലക്കാട് ടൗൺ വരെയാണ് സർവീസ് നടത്തിയിരുന്നത്. അന്ന് ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഷൊർണൂർ ജംഗ്ഷനിൽ പോയിട്ട് അതുവഴിയാണ് പാലക്കാട് ടൗണിലോട്ട് പൊക്കോണ്ടിരുന്നത്. പിന്നെ ഈ വണ്ടി പാലക്കാട് ടൗണിലേക്ക് പൊള്ളാച്ചിയിലേക്കും അത് കഴിഞ്ഞ് പഴനി വഴി ദിണ്ടുക്കൽ വഴി മധുരയിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ 2011 ശേഷം ഈ വണ്ടിക്ക് ഒരു ലിങ്ക് കണക്ഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ നിലമ്പൂർ രാജറാണി ഉണ്ടല്ലോ, അതുമായിട്ട് ഈ വണ്ടിക്ക് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂർ പോയിട്ട് അവിടെ നിന്ന് ഇതിൻ്റെ ഒരു 8 കോച്ചുകൾ രാജറാണിയായിട്ട് നിലമ്പൂരിലേക്കും അമൃത എക്സ്പ്രസ്സായിട്ട് മധുരയിലേക്കും പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് എടുത്ത് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, ഒറ്റപ്പാലം, അതുവഴി ഷൊർണൂർ പോയിട്ട് അവിടുന്ന് പാലക്കാട് വഴി കയറി മധുരൈ, അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്.
അത് കഴിഞ്ഞ് ഇപ്പോൾ 2025 നമ്മുടെ അമൃത എക്സ്പ്രസ് രാമേശ്വരത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ അമൃത എക്സ്പ്രസിൻ്റെ നമ്പർ വരുന്നത് തിരുവനന്തപുരം നിന്ന് രാമേശ്വരം വരെയുള്ള അമൃത എക്സ്പ്രസ് നമ്പർ വരുന്നത് 16343, തിരിച്ച് രാമേശ്വരം നിന്ന് തിരുവനന്തപുരം വരെ ഉള്ള വണ്ടി നമ്പർ വരുന്നത് 16344 എന്നാണ്. നമ്മുടെ അമൃത എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് രാമേശ്വരം വരെ സഞ്ചരിക്കാൻ 16 മണിക്കൂറും 717 കിലോമീറ്റർ എടുത്തിട്ടാണ് രാമേശ്വരം വരെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിത് ദിണ്ടിക്കൽ സ്റ്റേഷൻ എത്താറായേ. ആ കാണുന്ന ലൈന് തിരുച്ചിയിൽ മധുരയിലേക്ക് വരുന്ന ലൈനാണ് കേട്ടോ. ദിണ്ടിക്കൽ വന്നാൽ രാവിലത്തെ ഫുഡ് കിട്ടും കേട്ടോ. ഇവിടെ വിളിച്ചിറങ്ങുന്നുണ്ട് പൊങ്കൽ, പൂരി, ഇഡലി. അതൊക്കെ രാവിലെ ഇവിടെ പഴനിയിൽ വാങ്ങിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ദിണ്ടിക്കൽ വന്നാലും ഫുഡ് കിട്ടും. വൈഗ നദിയാണിത്. വെള്ളമൊന്നും വലുതായിട്ടില്ല കേട്ടോ. അപ്പോൾ വൈഗ നദി കഴിഞ്ഞിട്ടാണ് നമ്മൾ മധുരൈ ജംഗ്ഷനിലോട്ട് കയറുന്നത് കേട്ടോ. ഇതേ പാറ്റേണിൽ 2-3 സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ കൃഷ്ണാനദി കഴിഞ്ഞിട്ട് ആണ് വിജയവാഡ ജംഗ്ഷനിലോട്ടും കയറുന്നത്.
അതുപോലെ ഈ രാമേശ്വരം റൂട്ടിൽ ഇലക്ട്രിഫിക്കേഷനായിട്ട് ഒത്തിരി നാളൊന്നും ആയിട്ടില്ല കേട്ടോ. ഈ ഇടയ്ക്കാണ് അതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അതുപോലെ ഈ റൂട്ടിൽ ഇലക്ട്രിഫിക്കേഷൻ ആവാൻ താമസിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ രാമനാഥപുരം കഴിഞ്ഞിട്ട് ഉച്ചിപ്പുലി എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആ സ്റ്റേഷന് മുന്നേ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ട്. അപ്പോൾ എയർക്രാഫ്റ്റൊക്കെ ലാൻഡ് ആവുന്നതിന് ഈ ഒരു ലൈൻ പ്രശ്നമാവും. അതുകൊണ്ടാണ് അവരിവിടെ ഈ റൂട്ടിൽ ഇലക്ട്രിഫിക്കേഷൻ ചെയ്യാൻ കുറച്ച് താമസിച്ചത്. പിന്നെ ഇലക്ട്രിഫിക്കേഷൻ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഭാഗത്ത് മാത്രം വർക്കൊന്നും ചെയ്ത് അതിന് ശേഷമാണ് ബാക്കി അങ്ങോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ട്രെയിൻ ആ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ആ ഒരു ഭാഗത്ത് എത്തുമ്പോഴേക്ക് നമ്മുടെ പാൻറ്റോഗ്രാഫ് താത്തിട്ട് അതിന് ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് പാൻറ്റോഗ്രാഫ് പൊക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാൻറ്റോഗ്രാഫ് കറക്റ്റായിട്ട് താഴ്ത്തിയില്ലെങ്കിൽ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ലൈൻ തുടങ്ങുന്നതിൻ്റെ അവിടെ മുമ്പ് പാൻറ്റോഗ്രാഫ് ലൈനിൽ തട്ടി ലോക്കോ ഫെയിലിയർ ആവാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് ബോട്ട് മെയിൽ എക്സ്പ്രസ്സിനും ഇതേപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തെ പറയുന്നത് ന്യൂട്രൽ സെക്ഷൻ എന്നാണ്. നമ്മളിപ്പോൾ മാനാമധുരൈ സ്റ്റേഷനെത്തിയേ. ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ രാമേശ്വരത്തേക്കുള്ള ലൈൻ തിരിയുന്നത് കേട്ടോ. ഇതൊരു ജംഗ്ഷനാണ് കേട്ടോ. ഇവിടുന്ന് വിരുദുനഗറിലേക്കൊരു ലൈനുണ്ട്. അതുപോലെ കാരക്കുടി വഴി മധുരൈ കയറാതെ തിരുച്ചിയിലേക്കൊരു ലൈനും കൂടെ ഉണ്ട്. അത് ഇവിടുന്നാണ് തിരിയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആ കിടക്കുന്ന വണ്ടി ഏതാണെന്ന് മനസ്സിലായോ? അത് നമ്മുടെ ഇന്ത്യയുടെ ടൂറിസ്റ്റ് ട്രെയിനായ ഭാരത് ഗൗരവിൻ്റെ റേക്കാണ് കേട്ടോ. അതാണ് ഇവിടെ മാനാമധുരൈ കൊണ്ടിട്ടേക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാന ക്ഷേത്രങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു സർവീസ് കൂടാണ് കേട്ടോ. എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ തിരുപ്പതി, നമ്മുടെ കന്യാകുമാരി, തിരുവനന്തപുരം, അതുപോലെ രാമേശ്വരം, അങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു ട്രെയിൻ കൂടാണിത്. അപ്പോൾ ഇതിന് സ്ലീപ്പർ കോച്ചുകളാണ് കേട്ടോ കൂടുതലും ഉള്ളത്. അപ്പോൾ എങ്ങനെ ഇനി കേരളത്തിൽ നിന്നും രാമേശ്വരത്തേക്ക് വരാമെന്ന് പറയാം. അപ്പോൾ ഈ വണ്ടി എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിന് സ്ലീപ്പറിന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാത്രി കയറി അടുത്ത ദിവസം ഉച്ചയോടെ രാമേശ്വരം എത്താൻ പറ്റും. എന്നിട്ട് രാമേശ്വരത്ത് റൂമൊക്കെ എടുത്തിട്ട് ധനുഷ്കോടി പോവുക. ധനുഷ്കോടി പോയിട്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ടൊക്കെ വന്നാൽ അതേ ദിവസം ഉച്ചയ്ക്ക് 1:30 രാമേശ്വരത്ത് നടക്കുന്ന അമൃത എക്സ്പ്രസ്സിന് വരെ നിങ്ങൾക്ക് രാത്രി നാട്ടിലോട്ട് വരാൻ പറ്റും. പാലക്കാട് നിന്നൊക്കെയാണെങ്കിൽ ഇതിന് കറണ്ട് ബുക്കിങ്ങിന് ഒരുപാട് സീറ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഇതിന് സ്ലീപ്പറിന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാമ്പൻ പാലത്തിലുള്ള ആ കാഴ്ചയൊക്കെ നല്ല രീതിയിൽ കാണാനും ഒക്കെ കഴിയും. ഈ ലൈനാണ് വിരുദനഗറിലേക്ക് തിരിയുന്നത്. നമ്മളിവിടുന്ന് ലെഫ്റ്റ് എടുത്ത് രാമേശ്വരം ലൈനിൽ കൂടെ കയറിയാണ് പോകുന്നത്. ഇതായിരുന്നു ഞാൻ ബുക്ക് ചെയ്ത കോച്ച്. S6 ആണ് ഈ കോച്ച്. ഇപ്പോൾ ഈ കോച്ച് ഒരുവിധം ഫുള്ളാണ് കേട്ടോ. മധുരയിൽ നിന്ന് കുറേ പേര് കയറി. എന്നിട്ട് ഇപ്പോഴും ക്ലീനിങ് ഉണ്ടോ, നല്ല ക്ലീനായിട്ട് തന്നെ ഇപ്പോഴും ഉള്ളത്. അതാണ് നമ്മുടെ ഇവിടുത്തെ സോണിലെ വണ്ടികളും അങ്ങോട്ടുള്ള മറ്റ് സോണുകളിലെ വണ്ടികളും തമ്മിലുള്ള പ്രത്യേകത. ഞാനിപ്പോൾ S5 വന്നു. ഇവിടെ ഒന്നും ആരുമില്ല കേട്ടോ. നമ്മളങ്ങനെ രാമേശ്വരം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പരമകുടി എന്ന് പറയുന്ന സ്റ്റേഷനെത്തി. സമയം ഇപ്പോൾ 11:30 നമ്മളിപ്പോൾ രാമനാഥപുരം സ്റ്റേഷനിലെത്തിയ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ന്യൂട്രൽ സെക്ഷൻ, അത് രാമനാഥപുരം കഴിഞ്ഞിട്ട് ഒരു സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. കാണിക്കാവേ. ഈ പാമ്പൻ പാലത്തിൻ്റെ വർക്കൊക്കെ നടക്കാൻ നേരത്ത് എല്ലാ ട്രെയിനുകളും ഇവിടെ വരെയായിരുന്നു സർവീസ് നടന്നിരുന്നത്. രാമനാഥപുരവും മണ്ഡപം വരെയൊക്കെ ആയിരുന്നു സർവീസ് ഉണ്ടായിരുന്നത്.
ഇതേ ഫൈനലി നമ്മൾ പാമ്പൻ പാലത്തിലോട്ട് കയറുകയാണ്. അപ്പോൾ പാമ്പൻ പാലത്തിൻ്റെ ആ റോ ഫുട്ടേജ് ആയിരിക്കും കാണിക്കുന്നത്. ട്രെയിനിൻ്റെ സൗണ്ടും ആ കടലിൻ്റെയും കാറ്റിൻ്റെയൊക്കെ സൗണ്ടുള്ള കാഴ്ചയായിരിക്കും ഞാൻ കാണിക്കുന്നത്. ആ കാണുന്നതാണ് പഴയ പാമ്പൻ പാലം. ആ പാലത്തിൻ്റെ ഈ പുതിയ പാലത്തിൻ്റെ ഹൈറ്റ് കണ്ടോ? അതുകൊണ്ട് അത് റോഡ് ബ്രിഡ്ജാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജ് കേട്ടോ. ഇത് നേരെ കപ്പൽ അങ്ങനെ വലിയ ബോട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് നേരെ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുവാണ് കേട്ടോ. ഇവിടെ ഡബിൾ ലൈൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പഴയ പാമ്പൻ പാലത്തിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ. അത് രണ്ട് സൈഡിലോട്ടും തുറക്കുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്.
അങ്ങനെ നമ്മൾ രാമേശ്വരത്തേക്ക് എത്തിയിരിക്കുകയാണ്. 10 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചാണ് നമ്മൾ രാമേശ്വരത്തേക്ക് വന്നത്. ഈ കിടക്കുന്നത് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്ന അമൃത എക്സ്പ്രസ് ആണ് കേട്ടോ. ഇന്ന് രാവിലെ വന്ന ബോഡ്മേൽ എക്സ്പ്രസിൻ്റെ റേക്കാണത്. അപ്പോൾ ഈ റേക്കാണ് തിരിച്ചിനി അമൃതയായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. നമ്മളിവിടെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലായിട്ടാണ് അമൃതയെ കൊണ്ട് കയറ്റിയത്. ഇത് ഇപ്പുറത്ത് കിടക്കുന്നത് ഇവിടുന്ന് രാമേശ്വരത്ത് നിന്ന് താമ്പരത്തേക്ക് വന്നൊരു എക്സ്പ്രസ്സാണ് കേട്ടോ. ഈ പാമ്പൻ പാലത്തിൻ്റെ ഇനാഗുറേഷന് ടൈമിൽ ഫസ്റ്റ് റൺ നടത്തിയത് ഈ ട്രെയിനായിരുന്നു. നമ്മളെ ഇവിടെ വരെ എത്തിച്ചത് വേണ്ട ഈ സാരഥിയാണ്. ഈ റോഡിൻ്റെ ഒരു WP4. സ്റ്റേഷൻ്റെ വർക്കൊക്കെ നടക്കും കേട്ടോ. റെനോവേഷൻ വർക്കൊക്കെ നല്ല വലിയ രീതിയിലാണ് സ്റ്റേഷൻ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പം അമൃത എക്സ്പ്രസിൻ്റെ ഇതുവരെയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.